എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു മലയാളി എന്നിട്ടുള്ള രൂപത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. 2006 ഡിസംബർ മാസം സൗദി അറേബ്യയിൽ എല്ലാ മലയാളിയും പോലെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അബ്ദുറഹീം എന്ന് പറഞ്ഞ ഫറൂഖ് എന്ന പ്രദേശത്തുള്ള ചെറുപ്പക്കാരൻ റിയാദിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ എത്തിയിട്ട് കൃത്യം 28ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സ്പോൺസറുടെ മകനെ സംരക്ഷിക്കുന്നതിനിടയിൽ ഓടിക്കുന്ന വാഹനത്തിൽ നിന്നും അബദ്ധവശാൽ കൈയബദ്ധം പറ്റിയിട്ട് ആ പയ്യൻ മരിക്കുന്നു. അനസ് എന്ന് പറയുന്ന പയ്യൻ മരിക്കുന്നു. പിന്നീട് നടന്ന നിയമ പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വധശിക്ഷ വിധിക്കുന്നു. 18 വർഷമായി. വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആകാവുന്ന ശ്രമങ്ങൾ പലതും നടത്തിയിട്ടും വിജയം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ അതിഭീമമായ സംഖ്യ ദയാധനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അബ്ദുറഹീമിന് പുറത്തു വരാമെന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നു. അതിനോട് ചേർന്നിട്ട് അവരൊരു നാട്ടുകാർ ചേർന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഭീമമായ സംഖ്യ എന്ന് പറഞ്ഞാൽ 34 കോടി രൂപയുടെ ദിയാധനമാണ് നൽകേണ്ടത്. ആരംഭഘട്ടങ്ങളിൽ ഒരിക്കലും അത് അസംഭവമായിട്ടാണ് തോന്നിയത്. സംഭവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നിയത്. പക്ഷേ പതിയെ പതിയെ വന്നപ്പോൾ ഈ സംഖ്യ, ഈ കമ്മിറ്റി ഉണ്ടാക്കിയ നമ്മുടെ മന്ത്രി റിയാസിൻ്റെയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ സാറിൻ്റെയും കാർമ്മികത്വത്തിൽ അവരുടെ രക്ഷാധികാരത്തിൽ ഉണ്ടാക്കിയ കമ്മിറ്റിയിലേക്ക് ആളുകൾ 1 രൂപ മുതൽ 1 ലക്ഷം മുതൽ 5 ലക്ഷം എന്ന് വേണ്ട പലതരത്തിലുള്ള സംഖ്യകൾ നിക്ഷേപിച്ചു കൊണ്ടേയിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇന്നലെ വെള്ളിയാഴ്ച ഒരു ദിവസം അതിനകത്തേക്ക് വന്നിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏറ്റവും നല്ലൊരു ദിവസം, വ്യാപാരം നടക്കുന്ന ഏറ്റവും നല്ലൊരു ദിവസം, അപ്പർ സർക്യൂട്ടിലിരിക്കുന്ന ഗ്രാഫ് എങ്ങനെയാണോ മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക, ആ അളവിലായിരുന്നു ഇന്നലെ ആ അക്കൗണ്ടിലേക്ക് സംഖ്യകൾ വന്നുകൊണ്ടേയിരുന്നത്. ഇത്രയെല്ലാം പറയാൻ കാരണം, ലോകം മുഴുവൻ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ, ഏറെക്കുറെ അസൂയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം മലയാളികൾ എന്ന് പറയുന്നത്. അബ്ദുറഹീമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് 34 കോടി രൂപയാണ് ഉണ്ടാക്കിയത് എങ്കിൽ 2021 ഒരു പയ്യൻ, മാട്ടൂൽ എന്ന പ്രദേശത്തുള്ള മുഹമ്മദ് എന്ന പയ്യനെ SMA എന്ന മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 18 കോടിക്ക് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയപ്പോൾ അത് ചെന്ന് അവസാനിച്ചത് 47 കോടിയിലാണ്. അതിനു മുമ്പേ 2018 മഹാപ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ നിന്നും തൻ്റെ സഹജീവികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മതജാതി വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഒരു ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കയ്യും മയ്യും മറന്ന് പ്രവർത്തിച്ചപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റി. പറഞ്ഞു വരുന്നത്, മറ്റു പലരും അസൂയോടെ, ഏറെ അഭിമാനത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന മലയാളികൾ എന്നുള്ള രൂപത്തിൽ നാം എപ്പോഴും അഭിമാനം ഉള്ളവരായിരിക്കുക തന്നെ വേണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ കേരളക്കാരെ അപഖ്യാതിപ്പെടുത്തുവാൻ, അഭിമാനക്ഷതം വരുത്തുവാൻ ആര് ശ്രമിച്ചാലും അതിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നാണ് പറയുവാനുള്ളത്. വള്ളത്തോൾ പറഞ്ഞതുപോലെ, ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകുമെന്ന് അന്തരംഗം, കേരളമെന്ന പേരു കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. മലയാളി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഈ അഭിമാനം നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.